യുവ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് പെട്ടെന്ന് തന്നെ ദാ വന്നു എന്നതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്നൊരു നാൾ ഉദിച്ചുയർന്ന ഒരു നക്ഷത്രം അതുപോലെ തന്നെ അണയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം വിജയ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന, അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളിനെ വാക്കുകൾ കൊണ്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. അത് പാർട്ടിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പാലക്കാട് ഷാഫി മാറി രാഹുൽ വന്നപ്പോൾ രാഹുൽ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം പാർട്ടിക്ക് പോലും ഇല്ലായിരുന്നു. കാരണം 100% പാർട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിജയിക്കും. അത്രത്തോളം ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് ഒരുപാട് അപസ്വരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടം ഒരു നായകനായിരുന്നു. ഇപ്പോൾ ഒരു വില്ലനായി മാറിയ രാഹുൽ മാങ്കൂട്ടം ഒരു സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒരു നായക പരിവേഷമായിരുന്നു. ആ നായക പരിവേഷം കൃത്യമായി കൊണ്ടുപോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ഒരു വീക്ക്നെസ് ആയി പോയി എന്നുള്ളതാണ്. അതായത് ഈ ബെഡ്ഷീറ്റ് മാറുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നമ്മൾ ഒരു പക്ഷെ നനയ്ക്കാതെ ഉപയോഗിക്കും. ഇയാൾ അങ്ങനെയുമല്ല. സ്ത്രീകളെ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എല്ലാ സ്ത്രീകളും ഇരകളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ ചില സ്ത്രീകൾ യഥാർത്ഥ ഇരകളാണ്. ശ്വാസം മുട്ടി പാനിക് അറ്റാക്ക് വന്നപ്പോൾ പോലും തന്നെ മൃഗീയമായി അയാൾ ബലാത്സംഗം ചെയ്തു എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടി ആ സമയത്ത് അനുഭവിച്ച വേദന എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ പാർട്ടിയും കൈവിട്ടിരിക്കുകയാണ്. ഇനിയൊരു രാഷ്ട്രീയ ഭാവി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ കൃത്യമായി പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയൊരു രാഷ്ട്രീയ ഭാവി ഇല്ല.